ഹായ് ഗായ്സ്, മദർഗുഡ് ഫാമിലിയോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് കുറേ അമ്മമാർ പറഞ്ഞിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ മോഷൻ്റെ കളറ് ഗ്രീനാണ്, അല്ലെങ്കിൽ ഇന്ന കളറാണ്, അപ്പോൾ അതെന്താണ്, അങ്ങനെ പേടിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മോഷൻ എത്ര കളറുകളുണ്ട്, ഏതൊക്കെ വിധത്തിലുണ്ട്, എന്തുകൊണ്ടാണ് ആ കളറുകളാകുന്നത്, ആ കളറാകുന്നതിൻ്റെ റീസൺ എന്ത്, അത് പേടിക്കേണ്ടതുണ്ടോ, ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടതുണ്ടോ, ഏത് സമയത്താണ് നമ്മൾ പോയി ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടത് എന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പം സ്റ്റാർട്ടിങ് തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, അതായത് ജനിച്ച് കുഞ്ഞുമക്കളുടെ കളറ് ഒരു മസ്റ്റർഡ് യെല്ലോ ആയിരിക്കും, ഒരു ചെറിയ യെല്ലോ, അതായത് ഒരു റെണ്ണിയൊക്കെ ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് കളറുകളൊക്കെ ഉണ്ടാവും. കുറച്ച് അതായത് കുറച്ച് ലൂസിലൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളുടെ സ്റ്റാർട്ടിങ് ഇൻഫൻസിൻ്റെ ഈ നമ്മുടെ പൂപ്പിൻ്റെ കളറ് ഉണ്ടാകുക. പിന്നെ അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതായത് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുടിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ, ലൈറ്റ് യെല്ലോ കളറാണ്. യെല്ലോ കളറും ആയിരിക്കും, കുറച്ച് ലൂസിലും ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഫോർമുല മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കും ആയിരിക്കും അവരുടെ പൂപ്പ് എന്ന് പറയുന്ന, സ്റ്റൂൾ എന്ന് പറയുന്നത് കുറച്ച് ഡാർക്കും ആയിരിക്കും. ഇപ്പോൾ ഒരു കുറച്ച് ഡാർക്ക് ഗ്രീൻ ഒക്കെ അങ്ങനത്തെയൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ഇത് രണ്ടും മിക്സ് ആക്കി കുടിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഗ്രീൻ ആവാം, ചിലപ്പോൾ യെല്ലോ ആകാം, അതൊക്കെ ഡിപ്പെൻസ് ആണ്. അപ്പം ഇതിൽ പല കളറുകളുണ്ട്. അതിൽ ഏതൊക്കെയാ, ബ്രൈറ്റ് ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ബ്രൈറ്റ് യെല്ലോ ഉണ്ട്, മസ്റ്റേർഡ് യെല്ലോ ഉണ്ട്, റെഡ്, ഗ്രേ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെന്താ ഗ്രീനിഷ് ടാൻ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കളറുകളൊക്കെ ഉണ്ട് പൂപ്പിൻ്റെ കളർ. അപ്പോൾ ഞാൻ ഈ ഓരോ കളറും, മെയിൻ ആയിട്ടുള്ള കുറച്ച് കളർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓരോ കളറും അതിൻ്റെ ആ കളറാവുന്നതിൻ്റെ റീസണും നമ്മൾ ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റൂൾ കളർ കുഞ്ഞുങ്ങളുടെ ഞാൻ പറയുന്നത് ഗ്രീനാണ്. അതായത് ബ്രൈറ്റ് ഗ്രീൻ. ബ്രൈറ്റ് ഗ്രീൻ ഒത്തിരി ഡാർക്കും അല്ല, എന്നാൽ ബ്രൈറ്റ് ആണ് താനും. ഗ്രീനിൽ കുറച്ച് ബ്രൈറ്റ് ആണ് താനും. ഈ കളർ എന്ന് വെച്ചാൽ അത് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ കൂടുതലായിട്ട് ഫോർമുല മിൽക്ക് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലായിട്ടും ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറ് അവരുടെ സ്റ്റൂളിൽ നമ്മൾ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, ആദ്യമായി ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, അതുവരെ യെല്ലോ കളറാണ്, എന്നാൽ ആദ്യമായിട്ട് അവരൊന്ന് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ചില ഫോർമുലാസ് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു ഗ്രീൻ കളറായിട്ടുള്ള അവരുടെ മോഷൻസ് വരാറുണ്ട്. പിന്നെ എന്താ പറയുക, ചില നമ്മുടെ മുതിർന്നവർ പറയാറുണ്ട്, അതായത് നമ്മൾ കുഞ്ഞുങ്ങൾ ഓരോ സ്റ്റേജസിലോട്ട് കടക്കാൻ നേരം ആകുമ്പോഴത്തേക്കും അവരുടെ പൂപ്പിൻ്റെ കളറ് ഗ്രീൻ ആവാറുണ്ട്. കൂടുതൽ കുറച്ച് ലൂസ് മോഷനും കൂടെ ആവാറുണ്ട്, ലൂസായിട്ടുള്ള മോഷനും കൂടെ ആവാറുണ്ട്. അപ്പം നിങ്ങൾ ഈ ഗ്രീൻ കളർ കൂടുതൽ എല്ലാ അമ്മമാർക്കും പേടിയാണ് ഈ ഗ്രീൻ കളർ കണ്ടു കഴിയുമ്പോഴത്തേക്കും. ഈ ഒരു ഗ്രീൻ കളർ, അതായത് ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ അല്ല, ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പേടിക്കുകയേ ചെയ്യരുത്. അത് നിങ്ങൾ ഒന്നെങ്കിൽ ചിന്തിക്കുക, നിങ്ങൾ കുഞ്ഞിന് ഫോർമുല കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അതല്ല ഫോർമുല മാത്രമായിട്ട് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ല, ആദ്യമായിട്ട് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും ഗ്രീൻ കളർ തന്നെയാണ് വരിക. പിന്നെ കുഞ്ഞുങ്ങളിപ്പോൾ ഒന്നെങ്കിൽ കമലാൻ പോകുന്നു, അല്ലെങ്കിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എണീക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരുടെ ആ ഒരു ലൈഫിൽ ഏതെങ്കിലും ഒരു മൈൽ സ്റ്റോണിൽ, ഏതെങ്കിലും ഒരു സ്റ്റേജസിലോട്ട് അവർ കടക്കുന്ന അതിനൊരു സിംറ്റം കൂടി ആയിട്ട് അവരുടെ സ്റ്റൂള് ഗ്രീൻ ആവാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഡോക്ടറെ കാണിക്കണോ വേണ്ടയോ? അതായത് ഒരു കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് പോകുന്ന ഈ സ്റ്റൂള് ഒരു 2 ദിവസം വരെ, 2 ദിവസമൊക്കെ എടുക്കും നമ്മൾ ഫോർമുല മിൽക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് അതൊന്ന് ഡൈജസ്റ്റ് ആയ സെറ്റ് ആവാൻ ബോഡിയായിട്ട്. 2 ദിവസമായിട്ടും കുഞ്ഞിൻ്റെ സ്റ്റൂളിൻ്റെ കളറ് മാറുന്നില്ല എങ്കിലും കുഞ്ഞിപ്പം 1ാമത്തെ ദിവസം തന്നെ കുഞ്ഞു വല്ലാതെ കരയുന്നു, വല്ലാതെ എന്താ പറയുക, വല്ലാതെ സ്ട്രെയിൻ എടുക്കുന്നു, ഭയങ്കര അൺകംഫർട്ടബിൾ അവർ കുഞ്ഞിനെ ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിൻ്റെ വേഗം തന്നെ ഒരു പീഡിയാട്രീഷ്യനെ കൊണ്ടേ കാണിക്കുക. അപ്പോൾ ഈ ഗ്രീൻ കളർ കണ്ടതിൻ്റെ പേരിൽ അമ്മമാർ ആരും പേടിക്കേണ്ട, ഇറ്റ്സ് ക്വൈറ്റ് നോർമലാണ്. ഇങ്ങനെ ഒരു കാര്യം, അത് കുഞ്ഞുങ്ങൾ കരയുന്നു അല്ലെങ്കിൽ അവർ അൺകംഫർട്ടബിൾ ആണ്, ഒന്നും ഫീഡ് ചെയ്യുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ മാത്രം പോയിട്ട് നിങ്ങൾ ഡോക്ടറിനെ കാണിച്ചാൽ മതി. ആരും പേടിക്കണ്ട കേട്ടോ.
സെക്കൻഡ് പോയിന്റ്, സെക്കൻഡ് മോഷൻ കളർ എന്ന് പറയുന്നത് ബ്രൈറ്റ് യെല്ലോ ആണ്. ഈ ബ്രൈറ്റ് യെല്ലോ എന്നതിൻ്റെ ആ ഒരു അതായത് നല്ല കടുത്ത മഞ്ഞ കളർ, ആ മഞ്ഞ കളർ എന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നതിൻ്റെ റിസൾട്ടാണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുള്ളൂ, ഇപ്പോൾ വയറിന് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കഫ് കോൾഡ് അങ്ങനെ എന്തിൻ്റെയും ഭാഗമായിട്ട് അവർ മരുന്ന് കഴിക്കുമല്ലോ, ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർക്ക് ഒന്നെങ്കിൽ ആ കളർ വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മമാര് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞുങ്ങൾക്ക്, അത് ബ്രസ്റ്റ് മിൽക്കിലൂടെ നമ്മൾ കഴിക്കുന്നതിന്റെ കുഞ്ഞുങ്ങൾക്കും ചെല്ലുമല്ലോ, അതിൻ്റെതായിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ആ ബ്രൈറ്റ് യെല്ലോ കളർ വരുന്നത്. അതും പേടിക്കാനില്ല. അപ്പം എന്താ പറയുക, കുറച്ച് കുഞ്ഞുങ്ങളുടെ മോഷൻസ് എപ്പോഴും ഭയങ്കര ടൈറ്റ് ആയിരിക്കില്ല, എപ്പോഴും ചെറിയൊരു ലൂസൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, പീഡിയാട്രിഷ്യനെ കാണുമൊന്നും വേണ്ട. ഈ എന്ത് മോഷൻസ് ആയാലും ഒരു 2 ദിവസത്തിൽ കൂടുതൽ നമ്മളിത് കണ്ടു കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു കളറിൽ തന്നെ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊന്ന് പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് പോകേണ്ട കാര്യമുള്ളൂ. അപ്പം രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? മൂന്നാമത്തെ കളർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റർഡ് യെല്ലോ എന്ന് പറയും. മസ്റ്റർഡ് യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ പറയാം, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോയോ അല്ല, അത് സാധാരണ നമ്മുടെയൊക്കെയുള്ള മോഷന്റെ കളർ ഒരു തരം യെല്ലോ അല്ലേ, ആ യെല്ലോ, അതായത് കുഞ്ഞുങ്ങൾക്ക് നോർമലായിട്ട് വരുന്ന അവരുടെ മോഷന്റെ കളറാണ് ഈ മസ്റ്റേർഡ് യെല്ലോ എന്ന് പറയുന്നത്. സോ അതും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് കുഞ്ഞുങ്ങളുടെ മൂന്നാമത്തെ മോഷന്റെ കളറ്. നാലാമത്തെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ എല്ലാവർക്കും വരാറില്ല, എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഈ ഓറഞ്ച് കളർ വരാറുമുണ്ട്. ആ ഓറഞ്ച് കളർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ കുഞ്ഞുങ്ങൾ സോളിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, സോളിഡ് ഫുഡ്സ് അതായത് നമ്മുടെ സെമി സോൾഡ് അല്ലാതെ കുറുക്ക് രൂപത്തിലുള്ള അല്ലാതെ ശരിക്കും നമ്മളൊക്കെ കഴിക്കുന്ന മീൽസ് പോലത്തെയുള്ള സോളിഡ് ആയിട്ടുള്ള ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ നേരമാകുമ്പോഴത്തേക്കും ചില കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്നോണം അവരുടെ പൂപ്പിന് മോഷന് ഓറഞ്ച് കളർ ആവാറുണ്ട്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അമ്മമാരെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുകയാണ്, അതായത് കളറൊക്കെ ചേർത്തിട്ടുള്ള ഫുഡൊക്കെ ഇല്ലേ, അത് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിലൂടെ കുഞ്ഞുങ്ങൾക്ക് അത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു കളർ, അത് ഈ ഓറഞ്ച് കളർ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഓറഞ്ച് കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് പേടിക്കാനില്ലെങ്കിലും കുഞ്ഞ് എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുന്നുണ്ടെങ്കിലോ കരയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, കൂടുതൽ ഈ ഓറഞ്ച് കളർ വന്നുണ്ടെങ്കിൽ നമ്മളൊരു പീഡിയാട്രീഷ്യനെ കൊണ്ട് കാണിക്കണം. അടുത്ത കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളറാണ്. ഈ റെഡ് കളർ അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വരാറില്ല കേട്ടോ, വളരെ റെയർ ആയിട്ടുള്ള കുഞ്ഞുമക്കൾക്ക് മാത്രമേ റെഡ് കളറായിട്ടുള്ള സ്റ്റൂള് വരാറുള്ളൂ. അപ്പം റെഡ് കളറായിട്ടുള്ള മോഷൻ്റെ കാരണം ഒന്നെങ്കിൽ അവർ വല്ലാതെ അവരുടെ കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കാം, മീൻസ് വയറ്റിൽ നിന്ന് പോകാൻ മലബന്ധമുള്ള സമയങ്ങളിലായിരിക്കും ഈ റെഡ് കളർ വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവർ എന്താ പറയുക, ഭയങ്കര ടൈറ്റായിട്ട് സ്ട്രെയിൻ ചെയ്ത് വയറ്റിൽ നിന്ന് പോകാൻ ശ്രമിക്കുന്നത്, അതായത് കോൺസ്റ്റിപ്പേഷൻ തന്നെ അങ്ങനെയുള്ള സമയത്തായിരിക്കും ഈ ഒരു റെഡ് കളർ, അതായത് ബ്ലഡ് അടക്കമുള്ള ചില കുഞ്ഞുങ്ങൾക്ക് സ്റ്റൂള് വരാറുണ്ട്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചില സമയത്ത് നമുക്കറിയാം, നമ്മളിപ്പം ചില സമയം നമ്മൾ ബീറ്റ്റൂട്ടൊക്കെ കഴിക്കാൻ നേരത്ത് നമ്മളെ സ്റ്റൂളിനൊക്കെ റെഡ് കളറൊക്കെ കാണാറുണ്ട് അല്ലേ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, സ്റ്റൂളിൽ ബ്ലഡ് അടക്കം വരുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്ലഡിൽ കോൺസ്റ്റിപ്പേറ്റഡും അല്ല, ടൈറ്റായിട്ടുള്ള സ്റ്റൂളും അല്ല, മീൻസ് മോഷനും അല്ല വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ അവർക്ക് എന്തൊരു അലർജിക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലഡി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബ്രൈറ്റ് റെഡ് കളർ ആയിട്ടുള്ള സ്റ്റൂള് അവർക്ക് വരുന്നത്. സോ ആ ഒരു സമയത്ത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്, എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പീഡിയാട്രീഷ്യനെ കൊണ്ടുപോയി കാണിക്കണം. അടുത്ത കളറ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച പാടെ അവരുടെ വയറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ കളറ് ബ്ലാക്ക് ആയിരിക്കും. ന്യൂ ബോൺ ബേബീസിൻ്റെ കളറ് ബ്ലാക്ക് ആണ്. അപ്പം ഒരു കൂടിപ്പോയ ഒരു ദിവസം, കാരണം അവർ ഉണ്ടായ പാടെ ഒരു ദിവസം തന്നെ അവർ 2-3 തവണ അതിൽ കൂടുതൽ തവണ അവർ മോഷൻസ് വരാറുണ്ട് അവരുടെ വയറ്റിൽ നിന്ന് അല്ലേ. അപ്പോൾ അതൊക്കെ ബ്ലാക്ക് ആയിരിക്കും. ഈ ബ്ലാക്ക് എല്ലാം പോയി ഒരു മാക്സിമം 2 ദിവസത്തിനപ്പുറം അവരുടെ അവരുടെ മോഷന് ഈ ഒരു ബ്ലാക്ക് കളർ തന്നെ സ്റ്റിൽ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു മീനിങ്ങേ ഉള്ളൂ. അതായത് അവർക്ക് വേണ്ടത്ര ന്യൂട്രീഷൻ മീൻസ് ബ്രസ്റ്റ് മിൽക്ക് അവരുടെ വയറ്റിൽ ചെല്ലുന്നില്ല, അല്ലെങ്കിൽ ചെല്ലുന്നത് ഡൈജസ്റ്റ് ആവുന്നില്ല, അതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു 3-ാമത്തെ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കുമല്ലോ, നോർമലായാലും സിസേറിയൻ ആയാലും 3 ദിവസം വരെ എന്തായാലും ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അപ്പം 3-ാമത്തെ ദിവസമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഈ ബ്ലാക്ക് കളർ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ കുഞ്ഞുങ്ങളുടെ പീഡിയാട്രീഷ്യനെ ഒന്ന് അറിയിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ പറയണം.
ഇനി കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങൾക്കൊക്കെയാണെങ്കിൽ തന്നെ അവർക്ക് അവരുടെ മോഷന് അല്ലെങ്കിൽ സ്റ്റൂളിന് ഈ ബ്ലാക്ക് കളർ വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾ അയൺ ഗുളിക കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഫുഡിൽ കൂടുതലായിട്ടുള്ള അയൺ കണ്ടന്റ് ഉൾപ്പെടുത്തുമ്പോഴോ മീൻസ് അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവർ കഴിക്കുമ്പോഴോ ചെയ്യുമ്പോഴും അവർക്ക് സ്റ്റൂളിന് ബ്ലാക്ക് കളർ വരാറുണ്ട്. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി പ്രശ്നം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ അയൺ ടാബ്ലറ്റ്സ് ഒന്നും കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും അവർ കഴിക്കാണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ കണ്ടിന്യൂസ് ആയിട്ട് 2-3 നേരമായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ വയറ്റിൽ എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബ്ലീഡിങ്ങിൻ്റെയോ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളത് ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കുക. അടുത്ത കളറ്, അതായത് 7ാമത്തെ കളറാന്ന് തോന്നുന്നു അല്ലേ. 7ാമത്തെ കളറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 8 മറന്നുട്ടോ കളറാണെങ്കിൽ ഗ്രേ കളറാണ്. ഗ്രേ അതായത് ഈ ഗ്രേ കളറും കുഞ്ഞുങ്ങൾക്ക്, അതായത് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത കുഞ്ഞുങ്ങൾക്ക് ഈ ഗ്രേ കളർ വരാറുണ്ട്. അതായത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിനെ ബേസ് ചെയ്തിരിക്കും ഇവരുടെ ഈ ഒരു ഗ്രേ കളർ. അതിപ്പം ആ ഒരു കളർ അടങ്ങിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഇപ്പം നമ്മളിപ്പം സോളിഡ് ഇപ്പം ടേബിൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ചില കോൺഫ്ലേക്സ് അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് അത് ഗ്രേ കളറൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇനി നമ്മൾ ടേബിൾ ഫുഡൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സോളിഡ് ഫുഡൊന്നും സ്റ്റാർട്ട് ചെയ്യാത്ത കുഞ്ഞുങ്ങളൊക്കെ ഈ ഗ്രേ കളർ വന്നതെങ്കിൽ നമ്മൾ എന്തായാലും പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോകണം. കാരണം അതിനൊരു സാധ്യത എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ലിവറിനോ അല്ലെങ്കിൽ ബ്ലാഡറിൻ്റെയോ ഫങ്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നാണ് അത് ഒന്ന് ഉദ്ദേശിക്കുന്നത്. വേറെ കാരണങ്ങളും ഉണ്ടാകാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊന്നും ഫുഡൊന്നും സ്റ്റാർട്ട് ചെയ്യാണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഗ്രേ കളർ വരുന്നത് എങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കണം. അടുത്ത കളറ് എന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് ആണ്. വൈറ്റ് അങ്ങനെ വരാറേ ഇല്ല. വൈറ്റ് കുഞ്ഞുങ്ങൾക്ക് വൈറ്റ് കളർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. ഈ ഗ്രേയും വൈറ്റും തമ്മിൽ ബന്ധമുണ്ട്. അതായത് കുഞ്ഞുങ്ങളുടെ ലിവർ ഫങ്ഷനോ സെയിം ആണ്, ലിവറിനോ അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ കറക്റ്റായിട്ട് നടക്കാത്തതിൻ്റെ ഭാഗമാണെങ്കിൽ മാത്രമേ ഈ ഗ്രേ കളറോ ഗ്രേ അല്ല കറക്റ്റായിട്ടുള്ള വൈറ്റ്. ഗ്രേ എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റാർട്ട് ചെയ്താലും സാധ്യതയുണ്ട്. പക്ഷേ സോളിഡ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് കളർ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഒറ്റ തവണ തന്നെ വൈറ്റ് വരുന്നുള്ളെങ്കിൽ തന്നെ നമ്മൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊള്ളുക, വെച്ചുകൊണ്ടിരിക്കാനേ പാടില്ല. അടുത്ത കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ആയിട്ടുള്ള ഗ്രീനാണ്. ബ്രൈറ്റ് അല്ല, ഡാർക്ക്, നല്ല ഇരുണ്ടിട്ടുള്ള ഗ്രീൻ കളറ്. ആ ഗ്രീൻ കളറ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ, അതായത് നമ്മൾ ഫോർമുല മിൽക്കൊക്കെ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പല ഫോർമുലാസും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്, അതിൻ്റെ കണ്ടൻസ് വേറെയാണല്ലോ. അപ്പോൾ അയൺ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫോർമുലയൊക്കെയാണ് കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്യുന്നതെങ്കിൽ അവരുടെ മോഷൻ അല്ലെങ്കിൽ സ്റ്റൂളിന് ഈ ഒരു ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളറ് വരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ അത്ര പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് നമ്മൾ എങ്ങനെ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ കാണിക്കുവാണ് അല്ലെങ്കിൽ ഒരു 3 തവണയിൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ഈ സെയിം ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് എങ്കിലും അവർ ഭയങ്കര അസ്വസ്ഥത കാണിക്കുന്നു, കരച്ചിലാണ്, വഴക്കാണ്, വേറെ ഫീഡൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഒരു പീഡിയാട്രീഷ്യനെ കൊണ്ട് കാണിക്കണം. ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീനിഷ് ടാൻ ആണ്. ഈ ഗ്രീനിഷ് ടാൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ, നമ്മൾ മുതിർന്നവരുടെയൊക്കെ ഒരു സ്റ്റൂളിൻ്റെ കളറില്ലേ, അതാണ് ഗ്രീനിഷ് ടാൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മസ്റ്റർഡ് യെല്ലോ അല്ല, കുഞ്ഞു മക്കളുടെ ആയിട്ടുള്ള സമയത്തുള്ള ആ യെല്ലോ അല്ല, അതിൽ നിന്ന് കുറച്ചും കൂടെ മാറി ഒരു ഗ്രീനിഷ് ടാൻ ആയിട്ട് മാറുന്ന കളറാണ് ഈ എന്താ പറയുക ഇപ്പോൾ ഈ ഗ്രീനിഷ് ടാണെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പം ഇതിൻ്റെ ഒരു കാരണം, അതായത് ഈ ഗ്രീനിഷ് ടാൻ കുഞ്ഞുങ്ങൾക്ക് കാണുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് ആക്ച്വലി നോർമലാണ് അങ്ങനെ വരുന്നത്. കാരണം കുഞ്ഞുങ്ങൾ കുറച്ചൊരു ഏജിലോട്ടാകുമ്പോഴത്തേക്കും ഒരു 6 മന്ത് കഴിയുമ്പോഴുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഗ്രീനിഷ് ടാൻ്റെ കളറ് നോർമലി ആകാറുണ്ട്. പിന്നെ അതുമല്ല ടീത്തിങ്ങിൻ്റെ ഭാഗമായിട്ടോ പിന്നെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വയറ് അവരുടെയൊക്കെ ആവശ്യത്തിലധികം അവരുടെ ബോഡിയിൽ ആവശ്യത്തിലധികം ഭക്ഷണം നമ്മൾ അവരെ കഴിപ്പിക്കും. ഇപ്പോൾ സോളിഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കത്തില്ലേ, അപ്പോൾ അത് വല്ലാതെ നമുക്ക് കഴിക്കാവുന്നതിലും അപ്പുറം നമ്മൾ അവരെ കഴിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ സ്റ്റൂളിൻ്റെ കളർ ഈ ഗ്രീനിഷ് ടാനായിട്ട് വരാറുണ്ട്. ഇനിയിപ്പോൾ ഫോർമുല മിൽക്ക് കഴിക്കുന്ന കുഞ്ഞുങ്ങളാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫോർമുല മിൽക്ക് കഴിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരിങ്ങനെ ഫോർമുല കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ ഭയങ്കര ഫസ്സി ആവുകയോ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസി അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ കുഞ്ഞുങ്ങൾ കാണിക്കുന്നുണ്ട്. തീരെ കുടിക്കുന്നൊന്നുമില്ല, കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാണ്, തീരെ കുടിക്കുന്നില്ല. എന്നാൽ അവരുടെ ഈ മോഷൻ്റെ കളറ് ഈ ഒരു ഗ്രീനിഷ് ടാൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അതായത് കുഞ്ഞുങ്ങൾക്ക്
ഈ ഫോർമുലയിൽ കൗസ് മിൽക്കും കൂടെ ആഡഡ് ആണല്ലോ, അതിൻ്റെ ഒരു അലർജിക് റിയാക്ഷൻ ആയിട്ടാണ് ഈ ഒരു കളറ് കുഞ്ഞുങ്ങൾക്ക് വരുന്നത്. ആക്ച്വലി ഇത് നോർമലായിട്ട് ഇത് ഡോക്ടറിനെ കൊണ്ടേ നമ്മൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കുഞ്ഞുങ്ങൾ വല്ലാതെ അൺകംഫർട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഗ്യാസ് പ്രോബ്ലം ഉണ്ട്, കരയുന്നു, തീരെ ഫുഡ് കഴിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മോഷൻ്റെ കളറ് ഈ ഒരു ഗ്രീനിഷ് ടാൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഡോക്ടറെ കൊണ്ടേ കാണിച്ചോളുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഓരോ കളറും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഈ ഗ്രീൻ കളറാണ് കോമൺ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ എല്ലാവരും പേടിക്കുന്നത്. പിന്നെ ലൂസ് മോഷനൊക്കെ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോഴാണെങ്കിൽ തന്നെ ഒരു ദിവസത്തിൽ ഒരു 5 തവണ അല്ലെങ്കിൽ ഒരു 4 തവണ കൂടുതൽ 5 തവണയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് വയറ്റിൽ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഗ്യാസി ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുകയോ കുഞ്ഞുങ്ങൾക്ക് പറ്റാത്തതായിട്ട് നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങി എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് അത് വയറ്റിൽ പിടിക്കാണ്ട് ലൂസ് മോഷനായിട്ട് വരാറുണ്ട്. അത് ഒരു ദിവസം ഒരു 5 തവണ കൂടുതലൊക്കെ അവർ ലൂസ് മോഷൻ ആവുന്നു, അല്ല ഭയങ്കര ക്ഷീണമാവുന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. അല്ലാതെ ആരും പേടിക്കൊന്നും വേണ്ട. പിന്നെ ഗ്രീൻ കളറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമോ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ആദ്യമായി ഫോർമുല കൊടുക്കുന്നതിൻ്റെ ഇതൊക്കെ ആയിട്ടായിരിക്കും ഗ്രീൻ കളർ വരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ക്ഷീണം വല്ലാതെ ഉണ്ട്, അവർ തീരെ നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ഭയങ്കര കരച്ചിലാണെന്ന് കാണും മാത്രം നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവുക. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ആർക്കും ഒരു സംശയവും വേണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.